വൈറ്റ് ഫോർ വെൽനസ് പ്രചരണ വാഹനം ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന വാഹന പ്രചരണ ജാഥയാണ്. വാഹനത്തിന് മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൽ റഹ്മാൻ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഒരു സെക്കൻഡ് ഫേസാണ്. നമുക്കറിയാം, എപ്പോഴും ആരോഗ്യ മേഖലയിൽ പറയുന്നിട്ടുള്ള ഒരു സൂത്രവാക്യമുണ്ട്, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഏറ്റവും പ്രധാനം. അപ്പോ ഇതില് നമ്മൾ പലതവണ ബോധവൽക്കരണങ്ങളൊക്കെ നടത്തിയിട്ടും ഇപ്പോഴും നമ്മുടെ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നൈറ്റ് സ്ട്രീറ്റ്, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടും നമ്മൾ ശീലങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ കൂടുതൽ അവബോധം വളർത്തുന്നതിനും നമ്മുടെ ഡയാലിസിസ് സെന്ററുകൾ പെരുകുന്നത് കുറയ്ക്കുന്നതിനും നമുക്കറിയാം, പല അസുഖങ്ങളുടെയും കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഡയാലിസിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ ജനങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പൊ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ ഇതൊക്കെ തടയാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പുതിയ ക്യാമ്പയിനാണ് വൈറ്റ് ഫോർ വെൽനസ്. അതിന്റെ ഭാഗമായി നടക്കുന്ന ഒരു വിളംബര ജാഥയാണ്. ആരോഗ്യ പരിപാലനത്തിനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ആരോഗ്യം ആനന്ദം എന്ന ഈ ക്യാമ്പയിൻ ആരംഭിക്കാൻ തന്നെ കാരണം, പൊതുസമൂഹത്തിൽ കായികക്ഷമത അല്ലെങ്കിൽ ആരോഗ്യക്ഷമത കൈവരിക്കാനുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് മലപ്പുറത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള ഏറ്റവും ബഹുമാന്യനായ ജില്ലയുടെ കലക്ടർ കൂടിയായില്ല വിനോദ് IAS. നിങ്ങൾക്കറിയാം, അദ്ദേഹം മലപ്പുറത്ത് ചാർജ് എടുത്തതിന് ശേഷം ആരോഗ്യ രംഗത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുസമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ധാരാളം പുതിയ പുതിയ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ്. അഡീഷണൽ DHS വേദിയിലും സദസ്സിലുള്ള വിശുദ്ധ വ്യക്തികളെ സുഹൃത്തുക്കൾ, കേരളം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ക്യാപിറ്റലാണ്. ഏറ്റലേക്കും കാരണമാകുന്നത് വളരെ ആശങ്കയുള്ള കാര്യം. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പല കാര്യങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ ആരോഗ്യകരമായ മാറ്റമുണ്ടാക്കും. ജീവിതത്തിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന്, ശരിയായി ഉറങ്ങുന്നതിന്റെ ആവശ്യം, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെയൊക്കെ ഉപയോഗം ഉറക്കത്തിനെ ബാധിക്കുന്നു. സ്ട്രെസ്ഫുൾ ലൈഫിൽ സന്തോഷം കുറഞ്ഞു വരുന്നു. വ്യായാമത്തിന് ആവശ്യമുണ്ട്, മരുന്നുകൾ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഈ ക്യാമ്പയിൻ പൊതുസമൂഹം ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. നമ്മളോട് വളരെ അധികം സപ്പോർട്ടോടുകൂടി ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ വിനോദ് സർ, നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷിബുലാൽ, ഒപ്പം നമ്മുടെ ജില്ലയുടെ NCD നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ, ഇവരൊക്കെ തന്നെ ഈ സൈക്ലിംഗ് റാലിയിൽ പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. NHMന്റെ വാഹനങ്ങളെല്ലാം ലൈനപ്പ് ചെയ്യേണ്ടതാണ്. വാഹന ജാഥ ഇതിനോടൊപ്പം തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ വാഹനങ്ങളും തയ്യാറാവേണ്ടതാണ്.
കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഒരു മാതൃകയായി വിശേഷിക്കപ്പെട്ടു. ആരോഗ്യത്തോടൊപ്പം ആരോഗ്യ അനുബന്ധ മേഖലകളിലും ഇടപെടലുകൾ നടത്തിയതിനാലാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സ്ത്രീ പുരുഷ അനുപാതം എന്നിവയെല്ലാം നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പൊതുജന പങ്കാളിത്തം കൂടി പങ്കുചേരേണ്ടതുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള സൈക്കിൾ റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുന്നത്. Thank you.